നമസ്കാരം, റീഡേഴ്സ് അഡ്വക്കേറ്റാണ്. റീഡേഴ്സ് അഡ്വക്കേറ്റിൽ ഇന്ന് ആദ്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ വയ്ക്കുന്നത് മാതൃഭൂമിയുടെ 1-ാം പേജിൽ കെ രമയുടെ ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വാർത്തയാണ്. രക്തമല്ല നീതിയാണ് വേണ്ടത് എന്ന തലക്കെട്ടിൽ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന കേവലമായ പ്രതികാരദാഹത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ നീതിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ആധുനിക ചിന്ത നമുക്ക് മുന്നിലേക്ക് പകർന്നു തരികയാണ് കെ രമ. TP വധക്കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ച കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രതികരണമാണ് കെ രമയുടേത്. എന്തുകൊണ്ട് അവർക്ക് തൂക്കുകയർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പ്രതികരണം. കെ രമ പറയുന്നു, എൻ്റെ TP കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോര വീണ മണ്ണിൽ പ്രതികാരത്തിൻ്റെ പേരിലായാലും മറ്റൊരു ചോര കൂടി, മറ്റൊരു ജീവനെടുക്കുന്ന പ്രക്രിയ കൂടി നടക്കാൻ പാടില്ല. പ്രതികൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ജയിലിൽ അടക്കപ്പെടുകയാണ് വേണ്ടത്, അല്ലാതെ അവരുടെ ചോരയല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഒരു മനുഷ്യൻ്റെയും ചോരയല്ല എന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പാഠമാകുന്ന ഈ ആധുനിക സമൂഹത്തിന്, ആധുനിക ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വലിയ സന്ദേശം. കെ രമയ്ക്ക് ആദരവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കേറ്റ് തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവൺമെൻറ്റിനെ പൂട്ടാനുള്ള ജനാധിപത്യ വിരുദ്ധമായ വഴികളെല്ലാം അങ്ങേയറ്റം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങൾ പോലും, ബില്ലുകൾ പോലും അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് ബില്ലുകളിൽ ഒപ്പിടാതെ കളിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് അദ്ദേഹം കടന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് നിരവധി ബില്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൂടാതെ എന്നാൽ കൂടുതൽ കളിക്കട്ടെ എന്ന് വെച്ച് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളുണ്ട്. അതിലൊന്നാണ് ലോകായുക്ത നിയമ ഭേദഗതി ബില്ല്. ലോകായുക്ത നിയമ ഭേദഗതി എന്തിനാണ് എന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ലോകായുക്തയുടെ നിയമപ്രകാരം ഒരു മന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെതിരായി അവരൊരു അഴിമതിക്കാരാണ് എന്ന് കണ്ടെത്തി വിധി പ്രഖ്യാപിച്ചാൽ അതിന്മേൽ അപ്പീൽ പോകാനുള്ള സംവിധാനം ഇല്ല നിലവിൽ. ഇന്ത്യയിലെ പരമോന്നത കോടതി വരെ, പ്രസിഡന്റ് വരെ അപ്പീൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഭരണഘടന മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായി കേരളത്തിലേതുൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പല ഇടത്തും പിന്നീട് അവിടെയൊക്കെ അത് ഭേദഗതി ചെയ്തു. കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ലോകായുക്ത അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഉടനെ രാജിവെച്ചോളണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന അവസാന ഘട്ടത്തിൽ KT ജലീൽ രാജിവെച്ചത് അത്തരമൊരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ളൊരു നിയമമാണ്. അത് ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭേദഗതി ചെയ്യാൻ നിയമസഭ തീരുമാനിക്കുകയാണ്. എന്നാൽ ആ ഭേദഗതി നിയമത്തിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല. ഇത് രാഷ്ട്രപതിക്ക് അയക്കുമായിരുന്നു. എന്നാൽ രാഷ്ട്രപതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ആരാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ചോദിച്ച് മറ്റെല്ലാ സംസ്ഥാനത്തും ഇതുകൊണ്ട് ലോക്പാൽ നിയമം, ദേശീയ നിയമത്തിലും ഇങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ആ നിയമം ആ നിലയിൽ ഭേദഗതി ചെയ്യപ്പെടണം എന്നുള്ള നിയമസഭയുടെ നിയമ ഭേദഗതി രാഷ്ട്രപതി അംഗീകരിച്ചു, ഒപ്പിട്ട് തിരിച്ചയച്ചു. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരായി? എന്തായാലും പത്രങ്ങളെല്ലാം ഇന്ന് അത് വലിയ പ്രാധാന്യത്തിലാണ് കൊടുക്കുന്നത്. മനോരമ ലോകായുക്തയെ പൂട്ടി എന്നാണ് തലക്കെട്ട് കൊടുത്തത്. അതിൻ്റെ നിയമവശങ്ങളോ രാഷ്ട്രീയ സാധ്യതകളോ അല്ല, തലക്കെട്ടിൽ അവർ പ്രധാനമായിട്ട് ലോകായുക്തയെ പൂട്ടി എന്നാണ് തലക്കെട്ട് കൊടുത്തത്. ലോകായുക്ത ബില്ലിൽ ഗവർണർ ഒപ്പിട്ട കാര്യം മാതൃഭൂമിയും കൊടുക്കുന്നു. പൊളിറ്റിക്കൽ വിൻ ഫോർ LDF, ബ്ലോ ഫോർ ഖാൻ ആസ് ലോകായുക്ത ബിൽ ഗെറ്റ്സ് പ്രസിഡൻഷ്യൽ നോട്ട് എന്ന് ഹിന്ദു അതിനകത്ത് രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ച്, LDFനുണ്ടായ രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ച് പറയുന്നു. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന് ദീപിക ലീഡ് വാർത്ത കൊടുക്കുന്നു. ലോകായുക്ത ബില്ലിന് അംഗീകാരം സിറാജ് ലീഡ് വാർത്ത കൊടുക്കുന്നു. ലോകായുക്ത ഉത്തരവ് സർക്കാരിന് തിരുത്താം കേരള കൗമുദി, ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന് തലക്കെട്ട് കൊടുക്കുന്നു. ഗവർണർക്ക് തിരിച്ചടി, ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത കൊടുക്കുന്നു. ഇനി രാഷ്ട്രീയ വിശകലനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് മനോരമ. ഒപ്പ് രാഷ്ട്രപതിയുടേത്, ആശ്വാസം പിണറായിക്ക് എന്ന തലക്കെട്ടിൽ. ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ BJP സ്ഥാനാർത്ഥികളുടെ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് വായിച്ചത്. മനു അഭിഷേക് സിംഗ്വിയെ തന്നെ കിട്ടുകെട്ടിക്കുന്ന കോൺഗ്രസ്സുകാരുടെ വോട്ടിനെ കുറിച്ചുള്ള വാർത്ത വായിച്ചത്. അതിൻ്റെ തുടർച്ചയായി അവിടെ ഭരണസ്തംഭനത്തിലേക്ക് നടക്കുന്ന, കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഹിമാചലിൽ ഭരണപ്രതിസന്ധി എന്ന് മാധ്യമം ഈ വാർത്ത ലീഡ് ചെയ്യുന്നു. എന്നാൽ ഹിമാചലിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ നേട്ടത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്. രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിനടുത്ത് BJP എന്ന് ജനയുഗം വാർത്ത നൽകുന്നു. 56-ൽ 30 സീറ്റ് കൂടി അവർ നേടി. 240 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 121 സീറ്റ് വേണം. ഇപ്പോൾ BJPക്ക് മാത്രം 97ആയി. NDA അംഗങ്ങളുടെ എണ്ണം 117ആയി. ഇനി 4 സീറ്റ് കൂടി ഉണ്ടായാൽ രാജ്യസഭയിൽ ഭൂരിപക്ഷമായി. ലോക്സഭയിൽ നിലവിലുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണെന്ന് നമുക്കറിയില്ല. നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് എന്ത് തീരുമാനവും
തീരുമാനം എടുക്കാവുന്ന തരത്തിലേക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷമൊന്നും വേണമെന്നില്ല, അവർക്കൊരു കാര്യം നടപ്പാക്കണമെങ്കിൽ. അട്ടിമറികളിലൂടെ BJP രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിനരികെയെന്ന് ദീപിക ഒരു വാർത്ത നൽകുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചയിൽ മുസ്ലിം ലീഗിന് 3-ാം സീറ്റ് കൊടുക്കാത്ത കോൺഗ്രസിൻ്റെ നിലപാടിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. 3-ാം സീറ്റില്ല, വീണ്ടും വഞ്ചന, മുറിവേറ്റ് ലീഗ് എന്ന് ദേശാഭിമാനി അവരുടെ വാർത്ത രാഷ്ട്രീയമായി തന്നെ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ദേശാഭിമാനി വാർത്ത കൊടുക്കുന്നു. ഇന്ത്യക്ക് കരുത്താകാൻ എന്ന് ചന്ദ്രിക ലീഡ് വാർത്ത കൊടുക്കുന്നു. ലീഗിൻ്റെ 3 സ്ഥാനാർത്ഥികളെ, കേരളത്തിലെ 2 ഉൾപ്പെടെയുള്ള 3 സ്ഥാനാർത്ഥികളുടെ ചിത്രമൊക്കെ വെച്ചിട്ട്. അസമിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും കോൺഗ്രസ് വിട്ടു BJPയിലേക്ക് എന്ന് കൗമുദി വാർത്ത നൽകുന്നു. റാണ ഗോസ്വാമിയാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ഹോസ്റ്റലിലെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്. SFI കോടതി വിധിക്കും ശിക്ഷിക്കും എന്ന തലക്കെട്ടിൽ മംഗളം ലീഡ് വാർത്ത നൽകുന്നു. എങ്ങനെ സഹിക്കും ഈ ക്രൂരത എന്ന വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു. വെറ്ററിനറി കോളേജിലെ ആൾക്കൂട്ട വിചാരണ, 6 പേർ അറസ്റ്റിൽ എന്ന് മാതൃഭൂമി 1-ാം പേജിൽ വാർത്ത നൽകുന്നു. സിദ്ധാർത്ഥൻ്റെ മരണം, 6 പേർ അറസ്റ്റിൽ എന്ന് മനോരമയും സൂപ്പർ ലീഡ് വാർത്ത നൽകുന്നു. അപകീർത്തി കേസ് സ്വപ്നയ്ക്ക് സമൻസ് എത്തിക്കും എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട്. MP ഗോവിന്ദൻ മാഷയ്ക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ ഗോവിന്ദൻ മാഷ് നൽകിയ കേസിൽ സ്വപ്നയ്ക്ക് സമൻസ് നൽകി വിളിച്ചു വരുത്തും എന്നുള്ളതാണ് മനോരമയിലെ വാർത്ത. റിലയൻസ് സ്റ്റാർ ലയനം യാഥാർത്ഥ്യമാകുന്നു എന്ന് 1-ാം പേജിൽ മാതൃഭൂമി വാർത്ത നൽകുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ആശ്വാസമായ ജയമുണ്ട്. കളി തുടരാനുള്ള ഒരു സിഗ്നൽ കേരള ടീമിന് ലഭിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ചു, ജയിച്ചു, കുതിച്ചു കേരളം എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു. സന്തോഷം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി വാർത്ത നൽകുന്നു. ഗംഭീര തലക്കെട്ട് ജനയുഗത്തിൻ്റേതാണ്. കേരളം ഡബിൾ ഹാപ്പി, 2 ഗോളാണല്ലോ. കേരളം ഡബിൾ ഹാപ്പി എന്ന തലക്കെട്ടിൽ ജനയുഗവും വാർത്ത നൽകുന്നു. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.